നിന്നെ പോലെ ആവതില്ല. സ്നേഹമേ സ്വന്തമേ തിരുമാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ സ്വന്തമേ തിരുമാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. Hallelujah. 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 Jesus. Hallelujah. 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 കരങ്ങൾ ഉയർത്തി Hallelujah. 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 Come on.
ആയിരം കരങ്ങളും ഉയർത്തി പ്രഭാതത്തിൽ ഹല്ലേലൂയ 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 പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താങ്കളോട് കൂടെ യേശുവിനെ ആരാധിപ്പാൻ ഇടയാകുന്നത് എത്ര വലിയ നന്മ തന്നെയാണ്. ഞങ്ങൾ താങ്കളെ അഭിനന്ദിക്കുന്നു. യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവിയുണ്ട്. ബൈബിൾ നാം ഇങ്ങനെ വായിക്കുന്നു, The Lord says, I know the thoughts that I think towards you. നിനക്ക് വേണ്ടിയുള്ള എൻ്റെ ചിന്തകൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നമുക്ക് വേണ്ടി നന്മ ചിന്തിച്ച ഈ യേശുവിന്റെ സന്നിധിയിൽ സകലതും മാറ്റിവെച്ച് 2 മിനിറ്റുകൾ കരങ്ങളെ ഉയർത്തി Beloved, as we welcome you this morning, Jesus loves you so much, and in Jesus you and I have great future, safe and secure future. You know, Bible says He knows the thoughts that He thinks towards you, thoughts of peace and not of evil. Yes, He has great thoughts of peace and great future for you, beloved. Only trust and believe in Jesus. No matter what you are going through, only trust and believe in Jesus. Jesus knows our tomorrows. Let's pray. Father, I bless everyone joining us from all over the globe. I bless them with the blessings of heaven above in Jesus' mighty name. Let your face shine on them, Lord, and I pray, Father, there will be an open door over their heads from now in Jesus' name, that your people will forget the shame of their past, Lord. And Lord, I pray that you will instead crown them with your glory, Lord. Blessed be your holy name, and especially, Lord, we pray for everyone who is physically sick, Lord, and mentally afflicted. I pray in Jesus' mighty name, be healed in Jesus' name. പിതാവേ, ഈ പ്രഭാതത്തിൽ ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ സമാധാനം, അവിടുത്തെ അനുഗ്രഹം, മീതെ സ്വർഗം തുറക്കപ്പെട്ട അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അവരുടെ ജീവിതം ധന്യമാകട്ടെ. കഴിഞ്ഞകാല കെടുതികൾ മറക്കുന്ന യേശു കൊടുക്കുന്ന നന്മകളാൽ അവിടുന്ന് അവരെ നിറച്ചാട്ട് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let your people rejoice, Lord. അങ്ങയുടെ ജനം സന്തോഷിക്കട്ടെ. Let the joy of salvation be so real in everyone's life. രക്ഷയുടെ സന്തോഷം ഓരോരുത്തരിലും യാഥാർത്ഥ്യമായി തീരട്ടെ. താങ്ക് യു ഹോളി ഗാഡ്. ഇപ്പോൾ തന്നെ രോഗത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. മാനസികമായി കെടുതികളിലൂടെ പോകുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും ഈ മക്കൾക്കുണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ താങ്കളുടെ വിഷമങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനുള്ള സൗകര്യമുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. 7 മണിക്കുള്ളിൽ താങ്കൾക്ക് അഥവാ വിളിക്കുമ്പോൾ ലഭിക്കുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട, അതിനുശേഷം ഉള്ള സമയത്തും ലഭിക്കും. നിരന്തരം ദൈവത്തിന്റെ ജനം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഈ ശുശ്രൂഷയിൽ ഒരുക്കി. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുമ്പോൾ 2 കരങ്ങളും ഉയർത്തി. ബ്രദറെ, നമ്മൾ പുതിയൊരു ദിവസത്തിൽ നിൽക്കുമ്പോൾ സങ്കീർത്തനം 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യം, അതില് 2-3 വാക്യം
മാനുഷിക ജീവിതത്തിലെ രണ്ടവസ്ഥകളെയാണ് കാണിക്കുന്നത്. ഒന്നാമത് പറയുന്ന ഇപ്രകാരമാണ്, അവന് ദൈവത്തിങ്കിൽ നിന്ന് രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. മൂന്നാമത്തെ വാക്യം പറയുന്നു, നീയല്ലോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. മനുഷ്യ ജീവിതത്തില് നിസ്സഹായതയുടെ അവസ്ഥയിൽ ഒരു രക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ നാം നമ്മളെ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്രകാരം ചിന്തിക്കും, ഓ എനിക്ക് ദൈവത്തിൽ നിന്ന് പോലും രക്ഷയില്ല എന്ന് നമ്മൾ പറയും, നമ്മുടെ ചുറ്റുമുള്ളവരും പറയും. അപ്പോഴും രണ്ടാമത്തെ പോർഷനിൽ പറയുന്ന ആ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്ന തിരിച്ചറിവാണ് ജീവിതത്തെ വ്യത്യാസപ്പെടുന്നത്. നീയല്ലോ യഹോവേ എന്റെ ചുറ്റുമുള്ള പരിചയം, എന്റെ മഹത്വം, എന്റെ തല ഉയർത്തുന്നതിനായ ദൈവം. തികച്ചു വ്യത്യസ്തമായിട്ട് നിർവചിക്കാനാവാത്ത വിധം ദൈവം നമ്മളെ വഴി നടത്തുകയാണ്. ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അനേക ജീവിതങ്ങൾ അവന്റെ ആ കരുത്തിൽ ആയിരിക്കുമ്പോൾ അവൻ ഉയർത്തുന്നത്, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവരനുഭവിക്കുന്നത്. ഇവിടെ വിളിച്ചു പറയുന്നു, ട്രിവാൻഡ്രത്ത് നിന്ന് ഷീല എന്ന് പറയുന്ന ആന്റി അറിയിച്ചിരിക്കുന്ന അതുപോലെ ഒരു കാര്യമാണ്. ആന്റിയുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചു. ആന്റിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഏത് മേലധികാരിയായിട്ട് സംസാരിക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആന്റി എന്ത് ചെയ്തു, പ്രേയിങ് കേരളെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇടയെ തുറന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അത് വിളിച്ചു പറഞ്ഞ എന്റെ തലേ ദിവസം തന്നെ ആ ട്രാൻസ്ഫറിന്റെ കാര്യം എല്ലാം വളരെ ശരിയായി. ആന്റിക്ക് ആ സ്ഥാപനത്തിൽ ഇപ്പോൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ ജോലി ചെയ്യാനുള്ള ഓർഡർ. കർത്താവ് ഏതൊക്കെ രീതിയിലാണ് ഓരോ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. യേശു അത്ഭുതങ്ങളുടെ ദൈവം. അതങ്ങ് പറഞ്ഞ പോലെ നമ്മൾക്ക് എപ്പോഴും ആശ്രയിപ്പാനിടം യേശുവിന്റെ സന്നിധി മാത്രമേ. ഇത് ഒരു ലെറ്റർ മുഖാന്തരം ഇവിടെ വന്നൊരു പ്രാർത്ഥനാ വിഷയമാണ്. നമുക്ക് ആൾക്കാരെ എങ്ങനെയൊക്കെ ഫോൺ ചെയ്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആൾക്കാർ വിളിച്ച് നേരിട്ട് വിഷയങ്ങൾ പറയുന്നു. ചിലർ ലെറ്റർ മുഖാന്തരം, ചിലരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവർ ചെയ്യുന്ന കാര്യം SMS മുഖാന്തരം അയക്കുന്നു. ചിലർ നമ്മുടെ prayingkerala@gmail.com-ലൂടെയൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നു. ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, ഏതൊക്കെ മുഖാന്തരങ്ങൾ അവർക്ക് ഉപയോഗിക്കാം അതെല്ലാം ഉപയോഗിച്ച് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ പരിചയത്തിലുള്ളവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ അറിയിക്കുന്നതൊക്കെ അവർക്ക് ഒറ്റ ഇതുള്ളൂ കാര്യം, പ്രവർത്തിക്കുന്ന യേശുവിനെ അവർ പ്രേയിങ് കേരളയിൽ കണ്ടുമുട്ടിയത് കൊണ്ട് തീർച്ചയായിട്ടും അവരുടെ വിഷയങ്ങളെ പ്രേയിങ് കേരളയിൽ പറയുന്നത് അവർക്ക് വിളിച്ച് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇവിടെ അറിയിക്കുമ്പോൾ തന്നെ അവർക്ക് ഉറപ്പാണ് അതിനകത്ത് കർത്താവ് പ്രവർത്തിച്ച് കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ചൊരു ടെൻഷനോ ആകുലതയോ ഒന്നും തന്നെ അവർക്കില്ല. കർത്താവിലൊരു വിശ്വാസം അവർക്കുണ്ട്. അപ്പം ലെറ്റർ മുഖാന്തരം ഈ മാതാവ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്, അവര് 15 വർഷം മുമ്പേ ഹസ്ബൻഡ് അവരെ ഉപേക്ഷിച്ച് പോയതാണ്. ഒരു മാനുമുണ്ട്. ഇപ്പം ആ കുഞ്ഞിനെ വളർത്താൻ താക്കണം ഇവർ വളരെയധികം പ്രയാസപ്പെടുന്നു. അതുപോലെ തന്നെ വലിയ കടഭാരം ഉണ്ട്. ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ മേലാത്ത കഴിയാത്ത സ്ഥിതിയിലായിരിക്കുമ്പോഴാണ് അവർ പ്രേയിങ് കേരളയിൽ പങ്കെടുക്കുന്നത്. അതുമാത്രം ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടായി. അതുമാത്രമല്ല അവരും പ്രേയിങ് കേരളയിൽ അവരുടെ വിഷയങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വിളിച്ചു. അപ്പോൾ അവർ പറയുന്നത് അത് പറഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റിയ ഒരു വലിയൊരു മാറ്റം തന്നെ ആ വലിയ കടപ്പാരം. 15 വർഷമായിട്ട് മുമ്പിൽ ഇങ്ങനെ വലിയ മല പോലെ നിന്നത് അത് പതുക്കെ കുറഞ്ഞു വരുന്നത്. അപ്പോൾ അവർക്ക് ഓരോ ദിവസം ചെല്ലുമ്പോൾ ഒരു ഉറപ്പാണ് ഇത് പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ അവർ ഇടയ്ക്ക് പ്രേയിങ് കേരളയിൽ വിളിച്ച് പറയുന്നത് അന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കാണാൻ തുടങ്ങി എന്നുള്ളത് തന്നെ അവർ വിളിച്ചു പറയുന്നത്. അത് നേരത്തെ മുതൽ പ്രേയിങ് കേരളയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്നവർ പറഞ്ഞത്. ഇതുപോലെ ജലജ എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞു, നമ്മൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമെന്ന് തോന്നാം. അവർക്ക് ഒരു വികലാംഗയാണ്. അവർക്ക് 2 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി. രണ്ടാമത്തെ ദിവസം ആ കോഴിക്കുഞ്ഞുങ്ങളെ അവർ അഴിച്ചു വിട്ടു. ആ കോഴിക്കുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്നില്ല. അവർ മനസ്സിൽ തീരുമാനിച്ചു, കോഴിക്കുഞ്ഞുങ്ങൾ എവിടെ പോയി, എന്റെ ആകെ സമ്പാദ്യം, നമ്മളൊന്ന് നിസ്സാരം തോന്നാം, അവരുടെ ആകെ സമ്പാദ്യം കൊടുത്താണ് അവരത് വാങ്ങുന്നത്. അവരുടെ മനസ്സിൽ പോയത് പ്രേയിങ് കേരളയിൽ വിളിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ലഭിക്കും എന്ന് അവർ മനസ്സുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവർ ഫോൺ എടുത്തപ്പോൾ ഫോണിനകത്ത് പൈസയില്ല. അവരവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു. പ്രേയിങ് കേരളയിൽ വിളിച്ചു പറയാനായിട്ട് എന്റെ പൈസ ഇല്ലല്ലോ, പ്രേയിങ് കേരളയിൽ വിളിച്ചു പറയുക ആരെന്നെങ്കിലും അത് ലഭിച്ചേനല്ലോ. അവരത് കഴിഞ്ഞ് പറഞ്ഞ് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശു, പ്രാർത്ഥന കേട്ട് ഞാൻ അത് ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് അവർ ആ ഫോണിൽ പൈസ ഇട്ടതിന് ശേഷം ആദ്യമേ വിളിച്ചു പറഞ്ഞത് പ്രേയിങ് കേരളയിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചു, സാധിച്ചില്ല, പക്ഷെ എന്റെ ആഗ്രഹം അറിഞ്ഞ ഒരു യേശു അതിന് മറുപടി തന്നു. കോട്ടയം നിന്നൊരു സഹോദരി അറിയിച്ചിരിക്കുന്ന രാത്രി 12:30 ആയപ്പോഴത്തേക്ക് ശ്വാസം മുട്ടലും ജലദോഷമായിട്ട് ഭാരപ്പെട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞത് പ്രാർത്ഥന കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു, കൂടാതെ അവർക്ക് ഉറങ്ങാനും പറ്റിയെന്ന് പറഞ്ഞു. അപ്പം രാത്രിയിലാണേലും ആർക്ക് വേണേലും നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. എപ്പോൾ വേണേലും പകലെന്നില്ല രാത്രിയെന്നില്ല, എപ്പോൾ വേണേലും നമുക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ദൈവമക്കളുണ്ട് എന്നുള്ള വിശ്വാസം കൂടെ അവർ പറഞ്ഞിരിക്കുകയാണ്. ആമേൻ.
യഥാർത്ഥത്തിൽ അനേക ജീവിതങ്ങൾക്ക് ഒരു തണല്, ഒരു ആശ്വാസമായിട്ട് നിലകൊള്ളുവാൻ തക്കോണം. അവർക്ക് യഥാർത്ഥത്തിൽ അവരുടെ ഏത് ആവശ്യത്തിലും ഓടി വരുവാൻ തക്കോണം. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കോണം. പ്രേം കേരള എന്ന് പറയുന്ന പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അവര് മിക്ക ഫോൺ കോൾസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്നത്, എനിക്ക് നിങ്ങളുമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞത്, എന്റെ ഭാരങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചപ്പോൾ. ഒരിക്കലും അത് നമ്മുടെ മുമ്പാകെ അല്ല, ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് അവർ അർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് കഴിയുമ്പോൾ അവർ പറയുന്നത്, എനിക്ക് വലിയൊരു റിലാക്സേഷൻ, എനിക്കൊരു വലിയൊരു ദൈവിക സ്വാതന്ത്ര്യം ലഭിച്ചായിട്ടാണ് അവർ പറയുന്നത്. മറിയാമെന്ന് പറയുന്ന ഒരു മാതാവ് അറിയിച്ചിരിക്കുന്നത്, മകൾക്ക് സൗഖ്യം ലഭിച്ചു. തൈറോയിഡ് ഉണ്ടായിരുന്നു, വളരെ നന്നായി കുറഞ്ഞു. അത് ഭയങ്കരനെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് കുറഞ്ഞതെന്നാണ് മാതാവ് പറയുന്നത്. കൂടെ പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ വ്യത്യാസങ്ങൾ ദൈവം, നമ്മുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ അവരുടെ ജീവിതത്തിൽ വളരെയേറെ വ്യത്യാസങ്ങൾ ദൈവം നൽകുവാൻ ഇടയായി തീർന്നു. അവരെ പറയുന്ന ശാരീരികമായി, മാനസികമായി, ഭൗതിക മണ്ഡലങ്ങളിൽ തന്നെ അവർക്ക് പ്രത്യക്ഷത്തിൽ കാണത്തക്ക രീതിയിൽ ദൈവം അവരെ ഉയർത്താനായിട്ട് ഇടയായി തീർന്നു. പുതിയ കാറ് വാങ്ങി അവരുടെ ജീവിതത്തിൽ ആ കൂടെ ദൈവിക സന്തോഷം, അവരുടെ കുടുംബത്തിൽ തികഞ്ഞൊരു ദൈവിക സന്തോഷം അനുഭവിക്കാൻ ഈ നാളുകളിൽ കഴിയുന്നു എന്നുള്ളത് ആന്റി വിളിച്ച് പറയുന്നു. അല്ലല്ല, അതാ നമുക്കും അത്യാവശ്യമുള്ളത്. അവർ വിടുതലിനോടൊപ്പം തന്നെ ദൈവത്തിന്റെ സമാധാനം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് ഉഷ എന്ന് പറയുന്ന മാതാവ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് മൂലം ICUലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അത് പൂർണ്ണ സൗഖ്യമായി കഴിഞ്ഞ റൂമിലേക്ക് മാറ്റുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ കുറവിലെങ്ങാണ്ടെന്ന് ജെസ്സി വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, മകന് BSc എക്സാമിന്റെ ടൈമിൽ ഭയങ്കര വയറുവേദന, സുഖമില്ലാതിരിക്കുന്ന സമയത്ത് അമ്മ പ്രേം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു മകന് വേണ്ടി. കർത്താവ് അവിടെ സൗഖ്യം നൽകി കൊടുത്ത എക്സാം നന്നായി എഴുതുവാൻ, മാത്രമല്ല നല്ല മാർക്കോടെ പാസ്സാകുവാൻ ആ മകനെ കർത്താവ് സഹായിച്ചു. ചിന്തിക്കുന്നു, നമ്മൾ കയ്യിലുള്ള വിടുതലിന്റെ റിപ്പോർട്ടുകൾ വായിച്ചു നോക്കിയാൽ ഇന്ന് ഈ 1 മണിക്കൂറല്ല, ഇന്നത്തെ ദിവസം തന്നെ തികയത്തില്ല. പലപ്പോഴും നമ്മൾ പ്രേം കേരളയിൽ ചെയ്യാൻ പറ്റും. നേരത്തെ എല്ലാ പ്രാർത്ഥന വിഷയം നമുക്ക് എടുത്ത് വായിക്കാൻ സമയം കിട്ടാതെ വന്നിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പം മാറി നമുക്കെല്ലാം പ്രൈസ് റിപ്പോർട്ട് പോലും എടുത്ത് വായിക്കാൻ സമയമില്ലാതെ വന്നിരിക്കുകയാണ്. അതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ വിടുതൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് പകലും നമുക്ക് ഒന്നിച്ച് നമ്മുടെ പ്രേം കേരള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ അവൻ മതിയായവന്. ആകെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളുടെ ഒപ്പം ഒരുങ്ങിയാട്ടെ. ഹല്ലേലൂയ, ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് വകയുണ്ട്. അവൻ ഇന്നും നമുക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തങ്കച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കുടുംബാംഗങ്ങളെ ഇവിടെ വിളിച്ചു പറയുന്ന ഓരോരുത്തരും കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിന് തക്കതായ മറുപടി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna. ഇന്ന് ധാരാളം വിദ്യാർത്ഥിനികളുടെ എക്സാം നടക്കുക. പ്രേം കേരളയിൽ പ്രാർത്ഥിക്കുവാൻ ഒരുപാട് മാതാപിതാക്കൾ, വിദ്യാർത്ഥിനികൾ പ്രേം കേരളയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്നിച്ച് 2 കരങ്ങളും, ഓണത്തിന് മുമ്പുള്ള എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും 2 കരങ്ങളും യേശുവിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്നതിന് അടയാളമായി കരങ്ങളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ ദിവസങ്ങളിൽ എക്സാമിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കളും മറ്റും ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ മക്കളുടെ മേൽ നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും പകരണമേ. വിശേഷ ജ്ഞാനത്താൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ മേഖലയിലും അവിടുത്തെ ഉയർച്ചയും നന്മയും പകർന്നാട്ട് ടെൻഷനുകളിൽ നിന്ന് കർത്താവ് വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ സമ്പൂർണമായ നന്മ കൊണ്ട് ഈ വിദ്യാർത്ഥിനികൾ നിറയപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ ചേർന്ന് हम गाए हो ज़रा, तू राजाओं का है राजा, तेरी महिमा हो है सदा, तू है प्रभु हमारा खुदा. വിളിച്ചിരിക്കുന്നു. അവന്റെ കുടുംബജീവിതത്തിൽ 10 വർഷമായി പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്നു. കുഞ്ഞുമകൾക്ക് കാലുവേദന
വേദനയും കടഭാരത്താലും ഭാരപ്പെടുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിലുള്ള എല്ലാ പ്രോബ്ലംസ് കർത്താവേ, എല്ലാ ദുഷ്ടതന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രോഗത്തിന് പൂർണ്ണമായി സൗഖ്യം കൊടുക്കണം. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മറിയം ദിവാൻ വിളിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കണം. കാൽമുട്ടിന്റെ വേദന, വോക്കർ ഉപയോഗിക്കുന്നു, BP, ഡയബറ്റിക്, ശ്വാസമുട്ടൽ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ മകൾക്കായി പ്രാർത്ഥിക്കർത്താവേ, പരിശുദ്ധാത്മ അഭിഷേകം നിന്റെ മകൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കർത്താവേ. സകല രോഗങ്ങൾക്ക് മതിയായവനായ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സകല രോഗങ്ങളും ഇപ്പോൾ തന്നെ പൂർണ്ണമായി യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് മിനി വിളിച്ചിരിക്കുന്നു. മകന് മരുന്ന് കഴിച്ചത് മൂലം അലർജിയാൽ ഭാരപ്പെടുന്നു. സൗഖ്യമാക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. റേച്ചൽ തിരുവനന്തപുരം വിളിച്ചിരിക്കുന്നു. മകന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കണം. 28 വർഷം പഴക്കമുള്ളതാണ്. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ മകനെ പ്രാർത്ഥിക്കുന്നു. എന്റെ മകന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എത്രയും വേഗം ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിലൂടെയാകട്ടെ. അനക്കാരം പ്രവർത്തിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കുവൈറ്റിൽ നിന്ന് തോമസ് വിളിച്ചിരിക്കുന്നു. കടുഭാരത്താൽ ഭാരപ്പെടുന്നു. വിടുതലിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപൂർത്തി ഉണ്ടാകണം, ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ശോഭ പുതുപ്പള്ളി വിളിച്ചിരിക്കുന്നു. അന്യത്തിന്റെ മകൾ ബേബയ്ക്ക് ശ്വാസമുട്ടൽ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ മകൾക്കായി പ്രാർത്ഥിക്കർത്താവേ, സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ കരം നിന്റെ മകളുടെ മേൽ തൊട്ട് നീ സൗഖ്യമാക്കണം പ്രാർത്ഥിക്കർത്താവേ. അനക്കാരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അത്യുന്നതന മഹത്വമെന്നോ യേശുവത്രേ എന്റെ ദൈവം. പാടുന്നു ഞങ്ങൾ സ്തുതിഗീതങ്ങൾ. യേശു എന്നെന്നും രാജാവ്. അത്യുന്നതന മഹത്വമെന്നും യേശുവത്രേ എന്റെ ദൈവം. പാടുന്നു ഞങ്ങൾ സ്തുതിഗീതങ്ങൾ. യേശു എന്നെന്നും രാജാവ്. അത്യുന്നത മഹത്വമെന്നും യേശുവത്രേ എന്റെ ദൈവം. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ എക്സാമിനായി പോകുന്നതിന് മുമ്പ് ഒരുങ്ങി രാവിലെ പ്രിയങ്കയിലെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കടന്നു വന്നത്. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രിയങ്കയിലെ പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല. യേശുപ്പച്ചൻ അവരുടെ കൂടെ ഉണ്ടെന്ന് ഒരു ധൈര്യത്തോടെ അവർ എക്സാമിന് കടന്നു പോകുന്നത്. ഇപ്പൊ ഇത്രയും രാവിലെ വന്ന വിവരങ്ങൾ ഞാനിപ്പോ എക്സാമിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം ഇന്നലെ വൈകിട്ട് ഒരു കുഞ്ഞ് ഫോൺ വന്നപ്പോ ഞാൻ അത് എടുത്തതാ പറഞ്ഞത്, പ്രൈക്കലയിൽ അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, ഞാൻ ആ സന്ദർഭത്തിൽ ഇന്ന് കാണാനിരിക്കത്തില്ല, അകത്തെ മുറിയിൽ പഠിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെയാ പ്രാരംഭത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഇനോ ബൈബിൾ പറയുന്നത് മികവിന്റെ ആത്മാവിനെ ദൈവം നമുക്കായി കരുതിയിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തിനകത്തിൽ നിന്ന് അകന്നു നിൽക്കണം? നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അവരെ മികവിലേക്ക് കൊണ്ടുവരട്ടെ. തങ്കച്ചേ, ഇവിടെ ഈ കോളുകൾ വരുന്നില്ലേ, അനേക കോളുകൾ മക്കൾ തന്നെ വിളിക്കുക, എക്സാമിനേഷൻ ഉണ്ട്, പ്രാർത്ഥിക്കണമെന്ന്. അത് ഒരു കോൾ എടുത്തുകൊണ്ട് വന്നാണ് നൈജിൻ മാത്യു മാവേലിക്കരെന്ന് വിളിച്ചു പറഞ്ഞു, 10ൽ പഠിക്കുന്നതിന്റെ എക്സാം ആണ്, മലയാളം പ്രയാസമാണ്, പ്രത്യേകം പറയണം പ്രാർത്ഥിക്കാനെന്ന്. തീർച്ചയായിട്ടും മലയാളം പ്രയാസം തന്നെയാണ് പഠിക്കാൻ, പ്രയാസമുള്ള ഒരു ഭാഷ. പക്ഷെ പഠിച്ച എളുപ്പമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. വിശിഷ്യ കർത്താവേ, ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾ എക്സാം എഴുതുന്ന വിദ്യാർത്ഥിനികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മികവിന്റെ ആത്മാവിനാൽ അവിടുന്ന് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ ഉയർന്ന ഭാവിയിലേക്ക് വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉയർച്ച നൽകിയാട്ട് യേശുവിൻ നാമത്തിൽ പിതാവേ. സിനിബ്രദറെ, യെശയ്യാ 55:11 വാക്യം ഈ സന്ദർഭത്തിൽ നമ്മൾ വായിക്കുന്നു. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 55 വേഴ്സ് 11. എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. God's word is established eternally. ദൈവത്തിന്റെ വചനം നിത്യമായി സ്ഥിരമാക്കപ്പെട്ടതാണ്. So that same word when it goes forth, Bible says it will
accomplish the purpose for which it is sent. Amen. എന്ത് ഉദ്ദേശത്തിനു വേണ്ടി ദൈവത്തിന്റെ വചനത്തെ അയച്ചിരിക്കുന്നുവോ ആ ഉദ്ദേശം ആ വചനത്തിലൂടെ Amen. നിറവേറ്റും. ദൈവത്തിന്റെ വചനം യോഹന്നാൻ 1:1 നാം ഇങ്ങനെ വായിക്കുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദിയിൽ in the beginning was the word and the word was with God and the word was God. Hallelujah. ഇത് വെറുതെ ഒരു ബുക്ക് വായിക്കുകയല്ല. Oh yes. Hallelujah. We experience the living God as you read and meditate God's word. So children, young people, both young and old, I just want to strongly recommend you, as far as possible, read and meditate God's word. Let's store God's word in our hearts. എത്രത്തോളം ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനം വായിക്കുക, ധ്യാനിക്കുക, പഠിക്കുക, and ഹൃദയത്തിലത് സംഗ്രഹിച്ചു വെക്കുക. 119 സങ്കീർത്തനത്തിന്റെ 105 വാക്യത്തിലും 11 വാക്യത്തിലും എഴുതിയിരിക്കുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, I hid Lord your word in my heart that I might not sin against you. ദൈവമേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു. Verse number 11, thy word is a lamp unto my feet. ഞാനിത് നോട്ട്സിൽ നല്ല പറയുന്നത്, ഹൃദയത്തിൽ ചെറുപ്പകാലങ്ങൾ സൂക്ഷിച്ച ദൈവത്തിൽ. It is true, God's word is the lamp unto our feet. നമ്മുടെ പാതകൾക്ക് പ്രകാശമാണ് യേശുവിന്റെ വചനം. സോ ഈ ഓണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവവചനം കൊണ്ടും ആഹാരത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ് ഓണം. ഈ ഓണത്തിന്റെ സമയത്ത് അത് വയറിലേക്ക് പോകുമ്പോൾ ഹൃദയത്തിനകത്ത് ദൈവവചനം കൊണ്ട് ഒരു ഓണം നമുക്ക് നൽകുവാൻ ഇടയായി തീരട്ടെ. I strongly recommend എല്ലാവരും ദൈവവചനത്താൽ നിറയപ്പെടട്ടെ. Read and meditate God's word. Read and meditate God's word. വായിക്കുക, ധ്യാനിക്കുക, and your life will never be the same. So today I just want to encourage you. The word of the Lord will accomplish everything for which it has said. താങ്കളുടെ ജീവിതത്തോട് വ്യക്തമായി ഉറപ്പായി പറയട്ടെ, ഞങ്ങൾ വെറുതെ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുകയല്ല. There is a basis, there is a foundation. ഒരു അടിത്തറയുണ്ട് ഞങ്ങൾക്ക്, ഒരു ഉറപ്പുള്ള അടിത്തറയുണ്ട്. He who said I will do it, we are standing on him. ഞാൻ അത് ചെയ്തു തരുമെന്ന് പറഞ്ഞവന്റെ മീതെ ആ നാമത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈം കേരളയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ വളരെ ഉറപ്പായി തന്നെ പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, അത് ഞങ്ങളുടെ അനുഭവമാണ്. God's word never changes. യെശയ്യാപ്രവചനം 54:10 തോന്നുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാനത്തിന്റെ ഉടമ്പടി നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുകയുമില്ല. For the mountain shall depart and the hills be removed, and my covenant of peace shall not depart from you, says the Lord. യഹോവയുടെ അരുളപ്പാടാണ് ഈ പകൽ. പ്രിയമുള്ളവരെ, വിഷമിച്ചിരിക്കേണ്ട, നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവ്, സ്ഥിരമാക്കപ്പെട്ട വചനം ഇന്ന് മുതൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്റെ ഈ സാഹചര്യത്തിലേക്ക് അവിടുന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അതെന്നോട് സംസാരിക്കണം. ദൈവം സംസാരിക്കുന്നത് എഴുതപ്പെട്ട വചനത്തിലൂടെ, ദൈവം സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദാസിദാസന്മാരിലൂടെ, ദൈവം സംസാരിക്കുവാൻ കർത്താവ് വിവിധ വഴികൾ ഒരുക്കാം. ഈ പകൽ എല്ലാത്തിലുപരി ഒത്തന്റിക് ആയിട്ട്, ആധികാരികമായിട്ട് ദൈവശബ്ദം നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എഴുതപ്പെട്ട ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ വചനം അത് അങ്ങനെ തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, പ്രിയമുള്ളവരെ, യേശുവിന് താങ്കളെ കുറിച്ച് എന്തുമാത്രം ചിന്തയുണ്ടെന്നറിയാമോ? You know, beloved, how much Jesus thinks about you. And Jesus has great things in store for you. യേശുവിന്റെ പക്കൽ താങ്കൾക്ക് വേണ്ടി വലിയ കരുതലുകളുണ്ട്. Beloved, there is an arena of unlimited. Whatever you find with the word unlimited in this world is always 100% limited. Unlimited എന്ന് പരിമിതി ഇല്ലാത്തതെന്ന് ലോകത്തിൽ എവിടെ കണ്ടാലും അതെല്ലാം തന്നെ 100% പരിമിതി ഇല്ലാത്തതാണ്, പരിമിതി ഉള്ളതാണ്. അതേസമയം യേശുവിന്റെ വഴി, യേശുവിന്റെ പ്രതലം പരിമിതി ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 100% പരിമിതി ഇല്ലാത്തത് എന്ന് തന്നെയാണ്. When Jesus says unlimited, he means it
100% unlimited time of life, which is eternal life. Unlimited blessings of God, unlimited positions, പരിമിതിയില്ലാത്ത എല്ലാ നന്മകളും യേശുവിൻ നമ്മെ കാത്തിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ചിലപ്പോൾ ചോദിക്കും, അതെങ്ങനെ എനിക്ക് സ്വായത്തമാക്കാൻ പറ്റും? പാസ്റ്റർക്ക് അറിയാം അതെങ്ങനെ സ്വായത്തമാക്കാൻ പറ്റും. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയമുള്ളവരെ, കർത്താവ് ഇത്രയും വലിയ നന്മകൾ നമുക്കായി കരുതിയപ്പോൾ എന്തിന് നമ്മൾ വിലപിച്ച് ദൂരെ കിടക്കണം? ഇന്ന് പകൽ കമോൺ എഴുന്നേറ്റ് ആ സ്ക്രീനിലേക്ക് ഓടി വന്ന് ഞങ്ങളോട് ചേർന്നെന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ നിന്റെ വചനം പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കമോൺ, നോട്ട് വാട്ട് ദ ഡോക്ടർ സ്പീക്സ്, ഡോക്ടർ പറയുന്നതല്ല, നിന്റെ വചനം പറയുന്നത് പോലെ എനിക്ക് സംഭവിക്കട്ടെ. എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലത്ത് thee. ഓർമ്മയുണ്ടോ വാക്യം? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യമാണ്, ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലത്ത് thee. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയും. യെശയ്യാപ്രവചനം 53:4-5 എഴുതിയിരിക്കുന്നത്, ബൈ ഹിസ് സ്ട്രൈപ്സ് വി ആർ ഹീൽഡ്. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സങ്കീർത്തനം 103:1-2-3 വാക്യങ്ങളിൽ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അടുത്തത്, അവൻ നിന്റെ അകൃത്യങ്ങളൊക്കെയും മോചിച്ച്, അടുത്തത് നമ്മുടെ സകല രോഗങ്ങളിൽ നിന്നും അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം. കമോ എന്നോട് ചേർന്ന് പറഞ്ഞിട്ട് വീണ്ടും ദൈവ തിരുവചനത്തിൽ വായിക്കുന്നത്, മരണകരമായ സാഹചര്യങ്ങളിൽ എല്ലാവരും പറഞ്ഞവൻ മരിക്കും. അപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, ഇല്ല ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുക. പ്രിയമുള്ളവരെ, ക്യാൻസർ വന്ന് അവസാന നിമിഷത്തില്ല 4-5 മണിക്കൂറായിരിക്കും ഇനിയും ബാക്കിയുള്ളത് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. പക്ഷെ ഇന്ന് പകൽ ദൈവോധനം ഒന്ന് വിശ്വസിച്ച്, കമോൺ, ആ കെടുതി, ആ ജപ്തി ഇന്ന് നടക്കുമെന്ന എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ വചനം ഒന്ന് വിശ്വസിച്ച്, കർത്താവിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റം വരികയില്ല. ഡോക്ടേഴ്സ് പറയും മരുന്ന് കൊണ്ട് ഇനി സഹായിക്കാൻ കഴിയില്ല. യേശുവിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു. സോ ചോദ്യം ഇതാ, സാഹചര്യം പറയുന്നു വിശ്വസിക്കുമോ? ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വസിക്കുമോ? ഈ പകൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രേയിങ് കേരളയിൽ നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത് ചുറ്റുപാടുമുള്ളവർ പറയുന്നത് വിശ്വസിക്കാനല്ല, യേശു പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുവാൻ. ഞാൻ താങ്കളെ ഓർത്ത് അഭിമാനത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, നമുക്ക് ഇന്ന് മുതൽ യേശുവിന്റെ വചനം വിശ്വസിക്കുക. അവൻ നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന യഹോവ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സിനു ബ്രദറെ, രോഗികൾക്ക് സൗഖ്യമില്ലേ? കടഭാരത്തിൽ നിന്ന് മാറ്റമില്ലേ? കെടുതികളിൽ നിന്ന് ഉയർച്ച വരത്തില്ലേ? കുടുംബ തകർച്ച മാറത്തില്ലേ? സമാധാനമോട് വരില്ലേ? യൗവനക്കാർ ഉയർന്നു വരത്തില്ലേ? മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടത്തില്ലേ? ബിസിനസ് ഉയർച്ച വരത്തില്ലേ? തീർച്ചയായിട്ടും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വരുമോ? തീർച്ചയായിട്ടും. ഉയർന്ന വഴികളിലേക്ക് നടക്കാൻ സാധിക്കുമോ? പറ്റും. എന്തുകൊണ്ട്? യേശുവിന്റെ വചനം നമ്മുടെ സാഹചര്യത്തിന് വിപരീതമായിട്ട് നിന്നുകൊണ്ട് പറയുന്നു, അങ്ങനല്ല കുഞ്ഞെ, ഇങ്ങനെ തന്നെ നടക്കുക. പാതാളം മാറാം, സ്വർഗം മാറാം, അവൻ ആകാശം മാറാം, ഭൂമി മാറാം. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, നീ ഭയപ്പെടേണ്ട. കമോ, നീ ഭയപ്പെടേണ്ട. ഈ പകൽ കമോ ഉറക്കെ വിളിച്ചു പറ, ഞാൻ ഇന്ന് മുതൽ വിശ്വസിക്കുന്നത് യേശുവിന്റെ വചനമാ. കമോ, 2 കരങ്ങളും നെഞ്ചത്ത് വെച്ച് ഉറക്കെ ഉറക്കെ കമോ ഉറക്കെ വിളിച്ചു പറ, ഞാൻ ഈ നിമിഷം മുതൽ യേശുവിന്റെ വചനം വിശ്വസിക്കുന്നു. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി, എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എന്റെ ബിസിനസ്സിന് വേണ്ടി, എന്റെ പഠനത്തിനു വേണ്ടി, എന്റെ ജീവിതങ്ങൾക്ക് വേണ്ടി, എല്ലാത്തിനും വേണ്ടി ഞാൻ യേശുവിന്റെ വചനം, what God's word says, I'm going to believe it. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു, ഞാനത് വിശ്വസിക്കാൻ പോകുന്നു. You may be sick for 16 years, ഒരുപക്ഷെ 16 വർഷമായി രോഗിയായിരിക്കും, but I am going to believe what God's word says. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു, ഞാനത് വിശ്വസിക്കാൻ പോകുക. What does God's word say? അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെയും മോചിച്ചു നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇത് പകൽ അഭിമാനത്തോടെ ഒന്ന് വിളിച്ചു പറഞ്ഞ്, എന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്ന യേശു എനിക്കുണ്ട്. Come on. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്ന യേശു നമുക്കുണ്ട്. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന യേശു നമുക്കുണ്ട്. നമ്മുടെ താണിയായ യേശു നമുക്കുണ്ട്. നമ്മുടെ സഹായമായ യേശു നമുക്കുണ്ട്.
ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന സിനു ബ്രദറെ, ഇന്ന് ഒരുപാട് പേര് ബ്രെയിൻ കേരളയിൽ വിശ്വസിച്ച് ബ്രെയിൻ കേരളയിലൂടെ യേശുവിന്റെ വചനത്തിൽ വിശ്വസിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി ആശ്രയം ഭൂവിൽ യേശുവല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ. നമുക്ക് ടെലിഫോൺ കോൾ വന്നിട്ടുണ്ട്, നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ 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 പറഞ്ഞാട്ടെ സിസ്റ്ററെ. നമുക്ക് വസ്തു ഇവിടെ വായൂര് വസ്തു ഉണ്ട്, അത് കൊടുത്തിട്ട് വീട് എഗ്രിമെന്റ് ആയത്, അതിന്റെ കാലാവധി തീരാറായി. ഈ വസ്തു കൊടുത്തെങ്കിൽ ആ വീട് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. എവിടുന്ന വിളിക്കുന്നത്? ആയൂന്ന്. ആയൂര്. പേരൂടെ പറയുമോ? ജെസ്സി തോമസ്. നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന യേശു അത്ഭുതങ്ങളുടെ ദൈവമ. സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഓക്കെ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സാഹചര്യങ്ങളിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, ദൈവവചനത്തിൽ നമ്മൾ വിശ്വസിക്കുക. കർത്താവ് നമുക്ക് അസാധ്യങ്ങളെ സാധ്യമാക്കി തരും. അതിനുവേണ്ടിയ കർത്താവ് ഇന്ന് വചനം അയക്കും. തീർച്ചയായിട്ടും വചനം എന്തുദ്ദേശത്തിന് വേണ്ടി അയക്കപ്പെടുന്നുവോ? യെശയ്യാവ് 55:11 വാക്യം. എന്തുദ്ദേശത്തിന് വേണ്ടി അയക്കുന്നുവോ അത് നിവർത്തിച്ചിട്ടേ മടങ്ങി വരികയുള്ളൂ, വെറുതെ മടങ്ങി വരികയില്ല. ഇന്ന് പകൽ അങ്ങനെയെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ അത്ഭുതത്തിന്റെ ദിവസമാണ്. കമോൺ, ഈ വചനം കർത്താവ് നമുക്ക് നൽകിയെങ്കിൽ, ഈ വചനം കർത്താവ് നമുക്ക് നൽകിയെങ്കിൽ, ബ്രെയിൻ കേരളയിലൂടെ കർത്താവ് ലോക രാജ്യങ്ങൾക്ക് നമുക്ക് വേണ്ടി നൽകുമ്പോൾ ഇത് തന്നെ സംഭവിക്കും. കമോൺ, ചാടി എഴുന്നേറ്റ് വിഷമിച്ചിരിക്കുന്നില്ല. ഇനി മുതൽ ഞാൻ വിഷമിച്ചിരിക്കുന്നില്ല, ഞാൻ യേശുവിന്റെ വചനം വിശ്വസിക്കാൻ പോകുകയാണ്. ബിക്കോസ് ആ വചനം പോലെ കാര്യം നടക്കും. ശത്രു പറയുന്നതല്ല, ദുഷ്ടൻ പറയുന്നതല്ല, അവര് പറഞ്ഞതല്ല, ഇവര് പറഞ്ഞതല്ല, ഡോക്ടർ പറഞ്ഞതല്ല, ശാസ്ത്രജ്ഞൻ പറഞ്ഞതല്ല. I am going to believe what the word says. ദൈവത്തിന്റെ വചനം പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നത്. It's your choice, beloved. ഇത് താങ്കളുടെ തെരഞ്ഞെടുപ്പാണ്. And I pray that this will be your choice to believe the word. What does it say? ദൈവത്തിന്റെ വചനം എന്തു പറയുന്നു അത് വിശ്വസിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് താങ്കൾ വരിക ഈ പകൽ. ആമേൻ. അടുത്തൊരു കോളോട് വന്നിട്ടുണ്ട്. എടുത്താട്ടെ. ഹലോ. വിളിക്കുന്ന ഒരു പ്രേക്ഷകയാണ്. ഒരു കാരണം ഒരു ദിവസം പോലും കാണാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ ഒരു ദിവസം പോലും ഇത് കാണാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞ് എന്റെ മോക്ക് ദൈവം സൗഖ്യം കൊടുത്ത് തലവേദനയ്ക്ക്. എന്നാൽ ഇപ്പൊ ഞങ്ങൾ സാമ്പത്തികമായി വളരെ ഭാരപ്പെടുകയും ഞങ്ങളുടെ വസ്തുവിന്റെ കല്ല് മാറി ഇട്ടേക്കുന്ന അത് കൊടുത്ത് ഞങ്ങൾ വസ്തു വിട്ട് സാമ്പത്തികമായ തകർച്ച മൂലം അതിന്റെ കല്ല് മാറി ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ താലൂക്കിൽ അപേക്ഷ കൊടുത്തു. എന്നാലും താലൂക്കിനേക്കാളും വലിയ ദൈവത്തിന്റെ സത്യത്തിലാണ് കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിക്കുന്നതിനുള്ള വിശ്വാസത്തോടെ ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ എന്റെ മകളെ എസ്റ്റർ, മരുമകള് സുവിശേഷ നിലയിലാണ്. അവർക്ക് പനിയും ന്യൂമോണിയ ആയിട്ട് ഭാരപ്പെടുന്ന, ഹാർട്ട് വീക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടു, പ്രത്യേകിച്ച് ട്യൂസ്ഡേ ആണ് ഇന്ന്. ചൊവ്വാഴ്ച ദിവസം നമ്മൾ ഡോക്യുമെന്റ്സ് കരങ്ങളിൽ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്തുമാത്രം ആളുകളുടെ ഡോക്യുമെന്റ്സ് ഇവിടെ ഇമെയിൽ വഴി അയക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളത് പ്രിന്റ് ചെയ്ത് അത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തോടു കൂടെ ഓൾട്ടറിൽ തന്നെ എടുത്തു വയ്ക്കും. അത് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉറപ്പായി പറയാം, യേശുവിന് സഹായിക്കാൻ കഴിയാത്തതല്ല, അഴിക്കാൻ പറ്റാത്തതല്ല താങ്കളുടെ പ്രശ്നം. ഈ പകൽ വിശ്വസിക്കുക. നമ്മൾ കേട്ട വചനം പോലെ നമുക്കൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവം. സിൽവർ പ്രാർത്ഥിച്ചാട്ടെ, രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ യേശുവിന്റെ വചനം. കമോൺ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇതായിരിക്കട്ടെ നമ്മുടെ തീരുമാനം. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ദൈവവചനം എന്ത് പറയുന്നുവോ അത് ഞാൻ വിശ്വസിക്കാം, അത് ഞാൻ ഏറ്റുപറയാം, അത് തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും. കമോൺ, പ്രാർത്ഥിക്കുന്നു, രണ്ട് കരങ്ങളും ഉയർത്തി. കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളോട് സംസാരിച്ചതിനായി, ഇടപെട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയങ്കല കുടുംബാംഗങ്ങൾ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, സാഹചര്യങ്ങളിൽ ഇനി ആശ്രയിക്കുന്നവരല്ല, അതിലേക്ക് നോക്കുന്നില്ല, അതിനേക്കാൾ മറിച്ച് കർത്താവെ അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നവരായി, അങ്ങയിൽ ആശ്രയിക്കുന്നവരായി മുൻപോട്ട് പോകുവാൻ ഓരോരുത്തർമേൽ നിന്റെ കൃപയും അനുഗ്രഹവും പകർന്നു കൊടുത്താട്ടെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പോലെ അനേകരെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. അനേക പ്രശ്നങ്ങളെ കർത്താവെ അങ്ങ് വിടുവിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൈവവചനത്തിൽ വിശ്വസിപ്പാൻ, ആശ്രയിപ്പാൻ എല്ലാവരുടെ അങ്ങനെ കൃപ പകർന്നു കൊടുത്താട്ടെ. എന്റെ കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു ടെലിഫോണോട് വന്നിട്ടുണ്ട്, അത് എടുത്തിട്ട്. ഹലോ, പറഞ്ഞാട്ടെ. ഹലോ. ആ പറഞ്ഞോളൂ. എന്റെ ആന്റിക്കാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ആന്റി സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി കഴിയാണ്, പ്രാർത്ഥിക്കണം. സീരിയസ് ആയിട്ട് ICUവിൽ ആയിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നമ്മോട് ഇപ്പോൾ ടെലിഫോണിൽ ആൾ വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയിൽ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു ഫാമിലി, എൻ്റെ അവിടുത്തെ ഇളയ മകൾ കൈക്കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ അറിയാം. അവൾക്ക് പുറത്ത് നടുവിന് ഒരു മുഴ വന്നിട്ട് അതിനിന്ന് സർജറിക്ക് വേണ്ടി അമ്മ വളരെ വിഷമത്തോടെ ഇന്നലെ SUT ഹോസ്പിറ്റലിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ച് നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവം. മെഡിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകള് സ്റ്റെഫാനി, അവർക്ക് വേണ്ടി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. സോ ഇന്ന് പകൽ ഓപ്പറേഷനിലൂടെ പോകുന്നവരുണ്ട്, ICUവിലായിരിക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ട്, അത്യാസന നിലയിലുള്ളവരെ ശുശ്രൂഷിക്കുന്ന മേഖലയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ പകൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വചനപ്രകാരം അവർ സൗഖ്യമാകേണ്ട എന്നോട് ചേർന്ന് നമുക്കൊന്നിച്ച് വിശ്വാസത്തിൻ്റെ അടയാളമായി ഈ നൂറുകണക്കിന് ജീവിതങ്ങളെ, കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്കായി കമോൺ പ്രിയമുള്ളവരെ, കഴിയുന്നിടത്തോളം ആളുകൾ അവിടെ എഴുന്നേറ്റ് നിന്ന് അവരവരുടെ വീടുകളിൽ, അവരവരുടെ ഓഫീസുകളിൽ, താങ്കൾ എവിടെയായിരിക്കുന്നു, വേറെവർ യു ആർ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ചില നിമിഷങ്ങൾ രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ച്, യേശുവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഈ കഷ്ടപ്പെടുന്ന ജീവിതങ്ങളുടെ വിടുതൽ നൽകണമേ, അവരുടെ കണ്ണുനീരിനെ അവിടുന്ന് തുടയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ കരഞ്ഞത് മതി പിതാവേ, അവർ ഉടഞ്ഞത് മതി കർത്താവേ, അവർ വിലപിക്കുന്നത് മതി. യേശുവേ, യേശുവേ, നിന്റെ കരം ഈ മക്കൾക്ക് വേണ്ടി നീട്ടണം. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾക്ക് ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ രോഗികൾ സൗഖ്യമാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഈ മക്കളുടെ മേൽ അയക്കുന്നു. അവർ വചനപ്രകാരം സൗഖ്യമാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ദൈവത്തിന്റെ ജനം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. യേശു അത്ഭുതങ്ങളുടെ ദൈവം തന്നെ. നമ്മുടെ 500ാമത്തെ ദിവസം കേരളയുടെ ഈ മാസം 6-ാം തീയതി, വരുന്ന മാസം 6-ാം തീയതി നമ്മൾ ട്രിവാൻഡ്രത്ത് സെപ്റ്റംബർ 6 മെമ്മോറിയൽ ഹാളില് 2:30 മുതൽ 4 മണി വരെയുള്ള സമയത്ത് അല്ലെ സംഭവം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. 2:30 മുതൽ 4 മണി, മേ ബി 2 മണി മുതൽ 4 മണി വരെയുള്ള. കാരണം ഓണത്തിന്റെ ആരംഭ ദിവസങ്ങളായതുകൊണ്ട് എല്ലാവരും കുറെ തിരക്കുണ്ട്. പക്ഷെ എങ്കിലും കേരള കുടുംബാംഗങ്ങൾ ഒന്നിച്ചു വരും. പലരും നമ്മളോട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ ദിവസത്തെ ചിലവുകൾ വഹിക്കുവാൻ അനേകം കുറെ പേർ മുമ്പോട്ട് കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരമുണ്ട്. താങ്കൾ തീർച്ചയായിട്ടും വിളിക്കണം. അതുപോലെ നമ്മുടെ ടീം 300 ഓർത്ത് പ്രാർത്ഥിക്കാൻ അനേകം പേർ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി പ്രത്യേക സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്ന അനേകം കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ ടീം 300 നമ്മൾ എഴുതാൻ പോവുക. സ്ഥലം 24 മണിക്കൂർ നടക്കാൻ പോകുന്ന പ്രാർത്ഥന. ഐ ആം എക്സൈറ്റഡ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്. പ്രിയമുള്ളവരെ, കർത്താവ് എന്താ ചെയ്യുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. കർത്താവ് ഈ അന്ത്യകാലത്ത് ജനത്തെ മുഴുവൻ, കേരളത്തെ മുഴുവൻ, ഇന്ത്യയെ മുഴുവൻ, ലോക രാജ്യങ്ങളെ മുഴുവൻ ആ പ്രാർത്ഥനയിലേക്ക് മടക്കിക്കൊണ്ടുവരിക. ബൈബിളിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവശ്വാസം പോലെ നമ്മുടെ അന്തരീക്ഷമാണ്, സഭയുടെ അന്തരീക്ഷമാണ് പ്രാർത്ഥന. സോ യേശു യെരുശലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ നമുക്ക് ബൈബിൾ വായിച്ചിട്ടുണ്ട്, അവിടെ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ഒക്കെ ചവിട്ടി പുറത്താക്കി, മീൻസ് അടിച്ചു പുറത്താക്കി. എന്നിട്ട് അവിടെ പറയുന്ന മർക്കോസിന്റെ സൂചന, എന്റെ ആലയം ഇത് വിൽക്കാനും വാങ്ങാനുള്ള സ്ഥലമല്ല, ഇത് സകല ജാതികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സകല ജാതികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ത്യയിൽ നിന്ന്
ഇന്ത്യയിൽ നിന്ന് സകല ജാതികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം ഇന്ത്യയുടെ സമയമായത്. ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ത്യ അഭിവൃദ്ധിപ്പെടുന്നു, ഇന്ത്യ അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്ത്യ ലോക രാജ്യങ്ങളെ അഭിമാനമായിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഇന്ത്യൻ ദൈവസഭ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി 24 മണിക്കൂർ പ്രമോദ്, 24 മണിക്കൂർ, അതെ 24 മണിക്കൂറും 24 മണിക്കൂർ വന്നിരുന്ന നമ്മുടെ ഒരു ആ പ്രയാസം അല്ലെ നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ മറ്റനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പല ഭാഷക്കാര്, ഇന്ത്യയിൽ നിന്ന് പല ഭാഷക്കാര് കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ കാര്യം ഞാൻ സംഭവിക്കുന്നതിനറിയാം. ഏത് സന്ദർഭത്തിൽ ദൈവജനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട്, ആ സന്ദർഭത്തിൽ ആ ദേശത്ത് രാജ്യത്തിന്റെ മീതെ സ്വർഗം തുറക്കപ്പെടും. രാജ്യം അസാധാരണമായ നിലയിൽ ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ടീം 300 ടീം 300 എന്ന് പറയുന്നത് ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ആളുകളുടെ 300 പേരുടെ ആ പേരത്. ടീം 300 അവരാ ശരിക്കും അവർ നമ്മുടെ ഏഞ്ചൽസ്, ദൂതന്മാരാ. ഈ ശുശ്രൂഷ ലോകരാജ്യങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാൻ, ഒരു ദൂതനായി മാറുവാൻ താങ്കൾക്ക് അവസരമുണ്ട്. ശരിയല്ലേ? ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളതല്ലേ, കർത്താവിന്റെ വചനത്തിൽ നേർച്ചയില്ല, നമുക്ക് നേർച്ചയില്ല. ഇന്നലെ എന്റെ കയ്യിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, 2-3 പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അജു ഇന്നലെ എന്നെ വിളിച്ചു. ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ വിവരം ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് സാമ്പത്തികമായി വെല്ലുവിളിയുണ്ട്, പക്ഷെ എനിക്ക് ഒരു അവസരം തരാമോ ടീം 300 ഒന്ന് വിതയ്ക്കാൻ? ഇന്നലെ ദുബായിൽ നിന്ന് ഒരു സിസ്റ്റർ ഇന്നത്തെ ആരാധന കഴിഞ്ഞ ഉടനെ എന്റെ ഫോണിലേക്ക് വിളിച്ചു. അവരും ഇത് തന്നെ, എങ്ങനെ അവർക്ക് ഇതിൽ നിന്ന് ഭാഗമാകാൻ പറ്റും? ഈ എന്റെ ഇന്നലെ വേറെ അടുത്തിരിക്കുന്ന സാലി ഒരു ടീച്ചർ, അവര് ഹസ്ബൻഡ് ഒരു വലിയ ബിസിനസ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ പൊട്ടിപ്പോയി, ആൾക്കാരെല്ലാം പറഞ്ഞു വിട്ടു. പക്ഷെ ഈ സന്ദർഭത്തിൽ ആരോ പറഞ്ഞതനുസരിച്ചാണ് ബ്രെയിൻ കേരള അവരെ കണ്ടത്. ബ്രെയിൻ കേരളയിലേക്ക് ഒരു ദിവസത്തെ ഒരു തുക കൊടുക്കാൻ അവർക്ക് ഇല്ലായിരുന്നു, പക്ഷെ അവർക്കുള്ളത് അവർ വിതച്ചു. അവർ പറഞ്ഞത് കർത്താവ് ആ വിതച്ചതിനെ കർത്താവ് കരങ്ങളിലെടുത്തു, ആ ബിസിനസ് തിരികെ വന്നു. ഇന്ന് അതുപോലെ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്ത കർത്താവിന്റെ വചനം, ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ പഠിപ്പിക്കുമ്പോൾ യേശു പഠിപ്പിച്ചൊരു കാര്യം, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യുന്നു, കുറച്ച് വിതയ്ക്കുന്നവൻ കുറച്ച് കൊയ്യുന്നു. ഇന്ന് എന്റെ കരത്തിന് എനിക്കൊരു സന്തോഷം പറയാനുണ്ട്. ഈ കരങ്ങളിലൂടെ കർത്താവ് വിതയ്ക്കാൻ ഭാഗ്യം തന്നു, അതിന്റെ നന്മ കൊയ്യുന്നു. ലോകത്തിൽ ഒരു രാജ്യവും എന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്നില്ല. എന്റെ മിടുക്കല്ല, എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ പശ്ചാത്തലമല്ല. അതിന്റെ കാരണമായത് യേശുവിന്റെ രാജ്യത്തിൽ വിതച്ചപ്പോൾ എന്റെ ആരോഗ്യം 15 മണിക്കൂർ, 18 മണിക്കൂർ, 20 മണിക്കൂർ, 24 മണിക്കൂർ കർത്താവിന്റെ രാജ്യത്തിൽ ജോലി ചെയ്യണമോ, അതിന് സന്തോഷമേ ഉള്ളൂ. അതൊരു അഭിമാനമാ, അതൊരു ഭാഗ്യമാ. ഒരു ജീവിതം കൂടെ കണ്ണുനിരുന്ന് പുറത്തു വരുമോ? ബ്രെയിൻ കേരളയിൽ ഞങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നു. നമ്മുടെ കൂടെ നമ്മൾ മാത്രമല്ല, ലോകരാജ്യങ്ങൾ അനേകർ. ഈ പകൽ 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ ഈ ശുശ്രൂഷയുടെ ഒരു ദൂതുവാഹിയാക്കി മാറ്റണമേ, എന്നെ ഒരു ദൂതുവാഹകനാക്കി മാറ്റണമേ. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കേരളയിലേക്ക് ഈ ദർശനം ലോകരാജ്യങ്ങളിൽ, ഈ പ്രാർത്ഥന, ഈ അഭിഷേകം ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുക. അനേകരെ അവിടെ നിന്ന് ഇപ്പോൾ തന്നെ എഴുന്നേൽപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അജുനായി പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കാൻ ഇപ്പോൾ തന്നെ ഹൃദയത്തിൽ തീരുമാനമെടുത്തവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ കരങ്ങളിലേക്ക് തിരുവത്തിൽ വായിക്കുന്നത് പോലെ, it is not that I have received gifts from you, ഞാൻ നിങ്ങളിൽ നിന്ന് ദാനങ്ങൾ പ്രാപിക്കുന്നതിനല്ല, പകരം that you may have an increase in your account. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. ഫിലിപ്പിയർ 4 അങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് തന്നെ ഞങ്ങൾ ഈ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. That your people will have an increase, Lord, a 100-fold increase. I release over to their lives in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ ഒരു 100 മടങ്ങിന്റെ അനുഗ്രഹം ഈ കരങ്ങളിലേക്ക് വരട്ടെ. ദാരിദ്ര്യം മാറട്ടെ, ഇല്ലായ്മ മാറട്ടെ, കെടുതികൾ അവരുടെ കുടുംബത്തിൽ നിന്ന്, തലമുറകളിൽ നിന്ന് തന്നെ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. അവിടുന്ന് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ. അനേകം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ചിന്നു ഡെലിവറിക്കായി ICUലാണ്, ബ്ലീഡിംഗ് ആണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ദേഹം മുഴുവൻ നീരാണ്. 100 കണക്കിന് ഹൃദയം നിറങ്ങുന്ന വേദനിപ്പിക്കുന്ന കോളുകളാണ് നമുക്കവിടെ വരുന്നത്. പക്ഷേ ഒരു സത്യം പറയട്ടെ, നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കിന്
നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ കരമാണ് അവിടെ ഇറങ്ങുന്നത്. അതിന്റെ കാരണം എന്നറിയാമോ? പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷയിൽ, അത് ആരുടെ ശുശ്രൂഷയാണ്? പരിശുദ്ധാത്മാവ് ഇറങ്ങി നിന്നാൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവാഹം തന്നെ അനുഭവിക്കുന്നത്. ഈ വിടുതലൊന്നും നമ്മുടെ മിടുക്കല്ല, പരിശുദ്ധാത്മാവ്. ബൈബിൾ പറയുന്നത് anointing breaks the yoke. അഭിഷേകം നുകത്തെ തകർക്കും. എത്ര കൊല്ലം പഴക്കമുള്ളതാണെങ്കിലും അതവിടെ മുറിഞ്ഞു മാറും. യേശുവിന്റെ ആത്മാവിന്റെ വർദ്ധിച്ച സാന്നിധ്യം, വർദ്ധിച്ച ദൈവ സാന്നിധ്യത്തെ അഭിഷേകം എന്ന് വിളിക്കുന്നത്. എന്റെ ഒരു സാക്ഷ്യം, കഴിഞ്ഞ ദിവസം എന്റെ ഫാദർ ഒരു 3 ദിവസം മുമ്പ് രാത്രി 2:30 ആയപ്പോൾ ഒരു മൈനർ അറ്റാക്ക് പോലെ വന്നു. ഞാൻ പോലും പറഞ്ഞില്ല, ഞാൻ അപ്പുറത്തെ റൂമിൽ കിടക്കും. എന്റെ ഫാദർ രാത്രി 2:30 ഇവിടെ വിളിച്ചു. ഇവിടെ ഒരു ബ്രദർ പ്രാർത്ഥിച്ചു, ഇവിടെ വിളിച്ചു. പപ്പായ്ക്ക് ഒരു കുഴപ്പമില്ല, കിടന്ന് ഉറങ്ങി. ഞങ്ങൾ ഇപ്പൊ എന്റെ ഫാദർ ഹോസ്പിറ്റലാ. ഡോക്ടേഴ്സ് പറഞ്ഞു, ആദ്യം പറഞ്ഞ അറ്റാക്ക് ആയിരുന്നു, പക്ഷെ ഇന്നലെ പറയുന്നു അറ്റാക്ക് ഒന്നും ആകാൻ സാധ്യതയില്ല. കർത്താവിന്റെ കാര്യം തന്നെയാണ്. അവർ 2:30 അറ്റാക്ക് ഉണ്ടാകുമ്പോൾ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലാണ് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് പോകും. അതിന് പകരമായിട്ടല്ല, അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവമുഖം അന്വേഷിക്കാൻ കർത്താവ് നമുക്കൊരു അവസരം തന്നില്ലേ? നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ യേശു എത്ര നല്ലവൻ, ഈ യേശു എത്ര വല്ലവൻ. കമോൺ, 2 കരങ്ങളും ഉയർത്തി. ഹൃദ്രോഗത്താൽ വിഷമിക്കുന്നവർക്ക് ആ നെഞ്ചിന് കരങ്ങൾ വെച്ചാട്ട്, കൊളസ്ട്രോൾ, ഹൈ കൊളസ്ട്രോളാൽ വിഷമിക്കുന്നവർ, കമോൺ, 200 എന്റെ കൊളസ്ട്രോൾ 264 മറ്റോ ആയിരുന്നു 4 മാസങ്ങൾക്ക് മുമ്പ്. ഇതുപോലെ ഇവിടെ ഒരു പ്രാർത്ഥിച്ചതേ സംഭവിച്ചുള്ളതും, വേറെ ഒന്നും സംഭവിച്ചില്ല. പിന്നീട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ 160 മാറി. മരുന്ന് കഴിച്ചില്ല, എക്സസൈസ് ചെയ്തില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കഴിക്കുന്ന ആഹാരത്തിന്റെ കുറവ് കൊണ്ടുമല്ല, ഞാൻ ആഹാരം കഴിക്കുന്നുമുണ്ട്. പക്ഷെ ശരീരത്തെ കർത്താവ് നിലനിർത്തുന്നു. അതിന്റെ കാരണം എന്നത് യേശുവിന്റെ ആത്മാവ്. കമോ, ഈ പകൽ ഹൈ കൊളസ്ട്രോൾ, ഹൈ BP ആൽ വിഷമിക്കുന്നവരുണ്ട്, ഷുഗർ ഡയബറ്റീസിനാൽ വിഷമിക്കുന്നവരുണ്ട്. നമുക്കൊന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. കമോ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ പകൽ ആ പ്രിയപ്പെട്ടവർ കഴിയുമെങ്കിൽ നിങ്ങളുടെ കരം ചലിക്കുന്നെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന അടയാളമായി തലയിന്മേൽ കരങ്ങൾ വെച്ചാട്ട് തല മുതൽ പാദം വരെ തികഞ്ഞ സൗഖ്യം. Come on, for a complete healing. If you're suffering with diabetes or sugar, blood pressure and high cholesterol, I just want to encourage you. Place your hands on your head as a token of your faith and trust in Jesus. We are going to come against it in Jesus' name. Lord, we bring the bodies of these people to you, Lord, and I bring total healing of Jesus in the body in Jesus' mighty name. യേശുവിന്റെ കരങ്ങളിലേക്ക് ഈ ജീവിതങ്ങളെ ഞങ്ങൾ അർപ്പിക്കുമ്പോൾ യേശുവിന്റെ തികഞ്ഞ സൗഖ്യം അവരുടെ മേൽ ഉണ്ടാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. മകളുടെ വിവാഹം നടക്കണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക തുണയെ യഥാസമയത്ത് ഒരുക്കി കൊടുത്ത് ഏറ്റവും ശ്രേഷ്ഠവും മാന്യമായ ജീവിതം നയിപ്പാൻ പൈതലിനെ ഇടയാക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഡെന്നിസ് തിരുവല്ല വിളിച്ചിരിക്കുന്നു. മകൾ കാനഡയ്ക്ക് പോകുന്നു. പഠനം അനുഗ്രഹിക്കപ്പെടണം. യാത്രയ്ക്ക് ക്ഷേമം നൽകണം. പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ മകൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മകളുടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മകളുടെ പഠനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നീ സഹായിക്കണമേ. കർത്താവേ, അവരുടെ യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ക്ഷേമമായി എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നു. സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. തങ്കം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. പുതിയ വാടക വീട് ലഭിക്കണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ദൈവം ഉയർത്തുന്ന ദൈവിക കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തക്കതായ വീട് അവർക്ക് ലഭിക്കുന്നതിനായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. കുഞ്ഞമ്മ കോട്ടത്ത് വിളിച്ചിരിക്കുന്നു. മകളുടെ PhD പ്രോഗ്രാമിലെ ശക്തമായ പ്രതിസന്ധി പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ആ PhD പ്രോഗ്രാമിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി മാറിപ്പുറത്താവേ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശു പ്രവർത്തിക്കുന്നുണ്ട്. സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സൂസൻ ചെങ്ങന്നൂന്ന് വിളിച്ചിരിക്കുന്നു. ബ്ലഡ് ടെസ്റ്റിന് പോകുന്നു. BP ഷുഗർ നോർമൽ ആകണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഇതിന്റെ മകളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ മകളെ തൊട്ട് സുഖപ്പെടുത്തിയതിനായി സ്തോത്രം. എല്ലാം നോർമൽ ആകുന്നതിനായി നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. രഞ്ജു ചെമ്പൂരിന്ന് വിളിച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ പുറത്ത്
കുരുക്കൾ സെപ്റ്റിക്കായും പ്രത്യേകം പ്രാർത്ഥിക്കണം. 16-ാം തീയതി വിവാഹം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മകളുടെ കർത്താവെ സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ കരം നിന്റെ മകളുടെ മേലെ നീ തൊട്ട് സൗഖ്യമാക്കണം പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് വിവാഹം അനുഗ്രഹമായി നടക്കുവാൻ തക്കണം. പരിശുദ്ധാത്മാവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഷൈനി കോഴിക്കോട്ട് നിന്ന് വിളിച്ചിരിക്കുന്നു. തലമുറ ലഭിക്കണം, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഹോർമോൺ ലെവൽ 50% കാണണം. ഇതുവരെ 22% മാത്രമേ പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരി കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ അവിടുത്തെ തലമുറകളെ സഹായിക്കണം. എന്റെ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലിസ്റ്റ് വിളിച്ചിരിക്കുന്നു. വസ്തു വാങ്ങണം, സാമ്പത്തികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കണം. സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. പുത്തൻ വഴികൾ തുറക്കപ്പെട്ടിട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 12 വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാണ്. 12 വർഷമായി സന്തോഷവും സമാധാനവും ഇല്ലാത്ത ജീവിതം. ഇനിയുമുള്ള കാലമെങ്കിലും ദൈവിക സന്തോഷം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കടഭാരം മാറാൻ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ ബർത്ത്ഡേസ് ഉണ്ട്. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ബർത്ത്ഡേസും അനുഗ്രഹിക്കപ്പെട്ട വെഡിങ് ആനിവേഴ്സറീസുകളും നൽകട്ടെ. ദൈവം സംവത്സരങ്ങളെ നന്മ കൊണ്ട് നിറയ്ക്കുന്നു. പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ബർത്ത്ഡേസ് ഉള്ള ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നന്മയായവരെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ. രവീന്ദ്രൻ ട്രിവാൻഡ്രത്തുനിന്ന് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് റെയിൻ കേരളയിൽ പ്രാർത്ഥിച്ചു. ബിസിനസ് നന്നായി നടക്കുന്നു. യേശു അത്ഭുതങ്ങളുടെ ദൈവം. മകൾക്ക് ഒരു നല്ല കുഞ്ഞിനെ ലഭിച്ചു. റെയിൻ കേരളയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സഹോദരന്റെ മദ്യപാനം മാറി. റെയിൻ കേരളയിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് അന്നമ്മ മാവേലിക്കലിരുന്ന് വാഹനത്തിന്റെ ആക്സിഡന്റ് ക്ലെയിം ലഭിക്കാതെ ഇരിക്കുകയായിരുന്നു. അത് ലഭിച്ചു. റെയിൻ കേരളയ്ക്ക് നന്ദി. ഒരുപാട് വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ബിറീഫ് ഇന്നലെ വൈകിട്ട് അറ്റൻഡ് ചെയ്തൊരു കോള് അനീന ആൻഡ് ബിറേഷ് ന്യൂജേഴ്സിയിൽ നിന്ന് അറിയിക്കുന്നത്, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 16 വർഷമായിട്ട് ഫിറ്റ്സ് വരുന്ന രോഗത്താൽ ബാധിക്കപ്പെട്ടു. അത് വളരെ അധികമായി വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരി ആ ഹസ്ബൻഡും കൂടെ പറഞ്ഞത്, ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കൽ ഇനിയും വിളിക്കുന്നത് വിടുതലിന്റെ സാക്ഷ്യമായിട്ടായിരിക്കും. വൈദ്യശാസ്ത്രം കൈവിട്ട ജീവിതങ്ങൾക്ക് യേശുവിന്റെ വിടുതൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് ഡോക്യുമെന്റ്സ് കരങ്ങളിലെടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ കർത്താവെ വസ്തുവിന്റെയും വിദ്യാഭ്യാസ മേഖലയിലുള്ളതും ജോലിക്ക് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് അങ്ങയുടെ കരങ്ങളിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ദൈവിക പ്രസാദം ഉണ്ടാകട്ടെ. നൂലമാലകൾ അഴിഞ്ഞു മാറട്ടെ, കുരുക്കുകൾ മാറട്ടെ, നേരെയാകട്ടെ, തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി അതിന്റെ മേലുള്ള കെടുതികൾ മാറുന്ന അനുഭവം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ ദൈവമേ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് യേശുവെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം ഈ ജീവിതങ്ങൾക്ക് വേണ്ടി നീട്ടും. അത്ഭുതകരമായ നന്മ കൊണ്ട് അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ബ്ലീഡിങ്ങിനാൽ വിഷമിക്കുന്നവരുണ്ട്, യേശുവിന്റെ സൗഖ്യത്താൽ അവരെ നിറയ്ക്കും. നടുവിന് വേദനയാല്, വയറിന്റെ വേദനയാല്, മറ്റ് ശരീരാവയവങ്ങളുടെ വേദനയാല് കഷ്ടപ്പെടുന്നവരുണ്ട്. യേശുവിന്റെ സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. കേരള കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാളെ പ്രഭാതത്തിൽ വീണ്ടും കാണുന്നത് വരെ യേശുവിന്റെ കൃപയിൽ നമ്മൾ എല്ലാവരും സൂക്ഷിക്കപ്പെടട്ടെ. 2 കരങ്ങളും ഉയർത്തുമ്പോൾ നീ എത്ര നല്ലവൻ യേശുവേ, നീ എത്ര നല്ലവൻ. യേശുദൻ കരത്താൽ ഉയർത്തിയേ കേരള കുടുംബാംഗങ്ങൾ കരങ്ങളെ ഉയർത്തുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സകലവിധ അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന I bless you from the depth of my heart in Jesus mighty name that you will be a carrier of God's blessings. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ തലമുറയിൽ വഹിക്കുന്ന ഒരു ജീവിതമായി ദൈവം താങ്കളെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് receive the blessings of the Lord in Jesus name. യേശുവിൻ നാമത്തിൽ അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, കേരള കുടുംബങ്ങൾ
ലോകരാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തുകൊണ്ടിരുന്ന ഓരോരുത്തരുടെ മേലും അവരുടെ യാത്രകൾ, അവരുടെ ജോലി, അവരുടെ സ്കൂള്, അവരുടെ കോളേജ്, അധ്വാന മണ്ഡലങ്ങൾ, കൃഷിയിടങ്ങൾ, ബിസിനസ് മേഖലകൾ, എല്ലാ മേഖലകളും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളും യേശുവിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. ദൈവിക സംരക്ഷണം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ ചേർന്ന്. എത്ര നല്ലവൻ എന്നേശുവേ, നീ എത്ര നല്ല. Come on, ആ ട്രെയിനിൽ എന്നേശുവേ, നീ എത്ര നല്ല. ആ ബസ്സിലും ഓഫീസിലും എന്നേശുവേ, നീ എത്ര നല്ലവൻ. 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 ഓ എന്നേശുവേ